വലിയ ടേസ്റ്റില്ല. ഇതിനെക്കാട്ടി വേറെ ഞാൻ വല്ല. ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇപ്പം കളകള ശബ്ദം കേട്ട് വാതിൽ തുറക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അതിവിടെ നടക്കില്ല കേട്ടോ. കാരണം ഫുള്ള് വണ്ടീൻ്റെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് വല്ല കാക്കയും കരഞ്ഞാലായി. ഇന്നത്തെ എൻ്റെ കുറച്ച് നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അച്ഛനൊന്ന് അംഗനവാടി വിടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാത്രി ഇട്ട് വെച്ചാണ് അത് ഇങ്ങനെ ആവുന്നുണ്ട്. പക്ഷെ നേരെ നോക്കുമ്പോൾ ഇങ്ങനെ ആവുന്ന കാണുന്നില്ല കേട്ടോ. ഓഫാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം എൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് അച്ചൂട്ടൻ എന്തായാലും അംഗനവാടിയിൽ വിടണം. ഇന്ന് കുറേ കാലത്തിന് ശേഷമാണ് അച്ചൂട്ടൻ അംഗനവാടിയിലേക്ക് വിടുന്നത്. ഫോണൊക്കെ വേറെ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ വെച്ച് കാണിച്ചു തരാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ പഴം പുഴുങ്ങിയതാണ്. പഴം പുഴുങ്ങിയതും മുട്ട എന്തെങ്കിലും. നമുക്കിന്ന് രാവിലെ പഴം പുഴുങ്ങിയതും മുട്ട പുളിസയുമാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടി എടുത്താൽ നമ്മുടെ ചായേൻ്റെ റെഡി. അയ്യോ പാടകൾ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതിൻ്റെ ആവി അടിച്ചിട്ട് ഫോൺ മൊത്തം ഇതായി കേട്ടോ. അതാണ് തീരെ കാണാത്ത പോലെ കണ്ടോ. ഞങ്ങൾ കുറ്റിട്ട് അംഗനവാടിയിൽ പോവാണ് കേട്ടോ. കൊഞ്ചാൻ നേരമില്ല, അംഗനവാടി പോയ സമയമായി. ഞങ്ങളങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇവിടുന്ന് ഇറങ്ങട്ടെ. ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം കണ്ണൻ എന്തായാലും ഇന്ന് കൊണ്ടുവിടാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ നടക്കാം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ റോഡിൽ കൂടെ പോയാലും എത്തും. പക്ഷേ അതിനെക്കാട്ടിയും പോകുന്നതിനെക്കാട്ടിയും ഇതിലെ കൂടെ പോകുമ്പോൾ കുറച്ച് തണലുണ്ടാവും. അതുകൊണ്ടാണ് ഇതിലെ നടന്നു പോകുന്നത്. 10-20 മിനിറ്റൊക്കെ നടക്കാനുണ്ട്. അയ്യോ എന്തായാലും നടക്കട്ടെ. ഇവ നടക്കൂല കേട്ടോ. അതാണ് പ്രശ്നം. ചില സമയത്തേ നടക്കുള്ളൂ. ഇങ്ങനെ ഈ വഴി പോയി പോകുന്ന വഴിക്കൊക്കെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ആളെ വീടെത്താനായിട്ടുണ്ട്. അവൾ പിന്നെ നേഴ്സറി വരെ ഉണ്ട്. ഞാൻ കുടയും കൈ പിടിച്ചാണ് നടക്കുന്നത്. കാരണം ഇവനെ വേഗം എടുത്ത് കുടയും നിർത്തി നടക്കാനാവൂല കേട്ടോ. അയ്യോ ആരാടാ ഇന്ന് നടന്നേ? അമ്മയല്ലേ നടക്കുന്നത്? അയ്യടാ. അങ്ങനെ പിന്നെ അച്ചൂടിനൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും വാങ്ങാനുണ്ടായിരുന്നു, അവൾക്കും വാങ്ങാനുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങി നേരെ തിരിച്ച് നടന്നു വന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഇപ്പം ഞാൻ ക്രോസ് ചെയ്തു. അങ്ങനെ ഞാൻ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ നേരെ പോയി കണ്ണൻ്റെ കടയിൽ പോയി ഒരു ജ്യൂസും കൂടെ വാങ്ങിയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ചൂടാണേ. സത്യം പറഞ്ഞാൽ അച്ചൂടിനെ കൊണ്ടുപോയിട്ട് വരുമ്പോൾ മടുത്തു പോയി. ഇവിടെ അടുത്തൊരു അംഗനവാടി, അടുത്തല്ല കുറച്ച് ഇപ്പുറത്തൊരു അംഗനവാടി ഉണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം മറ്റേ വാർഡിൽ അവിടെ വാടക ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ അംഗനവാടിയത്തെ ടീച്ചറുമായിട്ടൊക്കെ നല്ല ഇതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ തന്നെ വിടണം. അങ്ങനെ ഞാൻ അവിടെ വിട്ടാണ്. പിന്നെ ഇപ്പം അവിടെ ഫ്രണ്ട്സായി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അവിടെ തന്നെ വിടുന്നത്. പക്ഷെ കൊണ്ടുവിട്ട് വരുമ്പോൾ ഭയങ്കര മടുത്തു പോയാൽ. ഞാൻ കണ്ണുണ്ടാണെങ്കിൽ സംഭാരം ഉണ്ടോ നോക്കാൻ പോയി, സംഭാരം കിട്ടിയില്ല. അപ്പം ഞാൻ എന്താക്കി, ഈ ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷേ ഇത് വലിയ ടേസ്റ്റില്ല. ഇതിനെക്കാട്ടി വേറെ ഞാൻ വല്ല നാരങ്ങ വാങ്ങിക്കൊണ്ട് വരുന്നായിരുന്നു. സെവനപ്പിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും എന്നിട്ട് അതിൽ സെവനപ്പിൻ്റെ ടേസ്റ്റ് ഇല്ല, ആദ്യത്തെ ആ സോഡേൻ്റെ ഒരു ഇതും പൈനാപ്പിളിൻ്റെ ടേസ്റ്റും. പക്ഷെ വലിയ രസമില്ല കേട്ടോ. എന്തായാലും കുടിക്കാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. അങ്ങനെ വീട്ടിൽ വന്ന് പണികളൊക്കെ കഴിഞ്ഞ് ആയപ്പോഴത്തേക്കും തന്നെ അച്ചൂടിനെ കൂട്ടാൻ പോകാനുള്ള നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നട്ടപ്പൊരിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞാൽ തലവേദന എടുക്കുന്ന വെയിലായിരുന്നേ. അങ്ങനെ എന്തായാലും പിന്നെ ഞാൻ കുടയൊക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് ടൗണിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ടൗണിലൊക്കെ പോയിട്ടാണ് ഞാൻ അച്ചൂടിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല കളിയായിരുന്നു കേട്ടോ. പിന്നെ സൗണ്ട് ബേളമൊക്കെ ആയി. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന സമയത്ത് കണ്ട് ഇവർ രണ്ടും കൂടെ ഇതാണ് കേട്ടോ പണി. കണ്ട് അവിടെ ഇവിടെയൊക്കെ കയറി ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു സമയമാവും കേട്ടോ. നേരെ മനുഷ്യന് നടക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഇവൻ തിരിഞ്ഞ് നടക്കുന്നത്. അയ്യോ ഒരു നഴ്സറി പോയിട്ട് വരുന്ന 4:30 കഴിഞ്ഞു കേട്ടോ.
അവിടെ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ കളിക്കണം എന്ന് പറഞ്ഞ് കയറി കളിച്ചോണ്ടിരിക്കായിരുന്നു. ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ചാനലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി, ഞാൻ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.